എന്താടാ? ഏയ് ഒന്നിനും. എന്താടാ വലിയ ഫ്ലക്സ് ഒക്കെ ആണല്ലോ. പെരുന്നാളല്ലേ, ഫ്ലക്സിനൊക്കെ വലിപ്പം കൂടും. എന്തിനാണ് ഇതിനൊക്കെ ആവശ്യം? ശരിക്കും വിശുദ്ധരുടെ പെരുന്നാളൊക്കെ ആഘോഷിച്ചു. കർത്താവിന്റെ പെരുന്നാൾ മാത്രം ആഘോഷിച്ചാൽ മതി. എന്താടാ അലക്സ നീ അങ്ങനെ പറഞ്ഞേ? നമുക്ക് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കണ്ടേ? അതെന്താ വെച്ചാ വിശുദ്ധര് നമ്മളെ പോലെ മനുഷ്യർ തന്നെയല്ലേ? ആ, അവര് മനുഷ്യരാണ്. വേറെ കുറച്ച് കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഈ ഇവര് വിശുദ്ധര് ദൈവത്തിലേക്ക് മാറി മരുന്ന് ദൈവത്തിന്റെ സ്നേഹത്തിലും വിശ്വാസത്തിലൊക്കെ വിശുദ്ധിയിൽ ജീവിച്ച് കുറെ കഷ്ടതകളും ത്യാഗമൊക്കെ കഴിച്ച് ദൈവത്തിനായിട്ട് മരിച്ചു. നമ്മുടെ ഈ കർത്താവിനൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് തോരാടാൻ വിശുദ്ധര്. അപ്പൊ അവരോട് ഓർക്കണ്ടാവും. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ വിശുദ്ധരില്ലേ, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കൂടാ. അപ്പൊ പിന്നെ അവരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്താ കുഴപ്പം? അവര് നമ്മുടെ ദൈവങ്ങളല്ല, നമ്മള് അവരെ റോൾ മോഡൽസ് ആയിട്ട് കണ്ടാൽ മതി. നീ കുറച്ചു നേരം പള്ളിയെ പോയിട്ടിരിക്കും, എല്ലാത്തിനുള്ള തന്നെ പയ്യെ കിട്ടും. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം അവിടുന്ന് ഒരിക്കലും കൈവിടില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കും വഴിതെറ്റിയവർക്കും സഹായം നേടുന്നവർക്കും ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി ഞങ്ങൾ നിലകൊള്ളുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, ഈ നാടിൻ്റെ മധ്യസ്ഥരായി. മിശിഹായുടെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുന്നാൾ ഈ വരുന്ന ഞായറാഴ്ചയാണ് നമുക്കറിയാമല്ലോ. അതോടൊപ്പം തന്നെ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ജൂലൈ 3 നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാ തിരുക്രമങ്ങളിലേക്കും, പ്രത്യേകിച്ച് ജൂൺ 28 നടക്കുന്ന കൂട്ടുസദ്യയിലേക്കും ജൂലൈ 3 ദുഃഖറാന തിരുനാളിലേക്കും എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധരുടെ ജീവിത മാതൃകയും വിശ്വാസവും നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ.